എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും ചില യൂട്യൂബ് ചാനലുകളിലും നിങ്ങൾ ഒരു വാർത്ത കാണുന്നുണ്ടാകും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മസ്റ്ററിംഗ് നാളെ മുതൽ ആരംഭിക്കുന്നു. അതായത് ജൂലൈ 17 മുതൽ മസ്റ്ററിംഗ് തുടങ്ങും. ഉടൻ തന്നെ അക്ഷയയിലേക്ക് ഓടിക്കോളൂ എന്നൊക്കെ. പെൻഷൻ മസ്റ്ററിംഗ് തുടങ്ങി എന്ന വാർത്തകൾ സത്യമോ? 60 ലക്ഷം പേർ അറിയേണ്ട യഥാർത്ഥ വസ്തുതയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. കേരളത്തിൽ ഏകദേശം 60 ലക്ഷത്തിലധികം വരുന്ന ആളുകളാണ് സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനും വാങ്ങി ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 60 ലക്ഷം കുടുംബങ്ങളെയും ബാധിക്കുന്ന വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ഇത്. എന്നാൽ ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണ്? നിങ്ങൾ ഇപ്പോൾ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ഓടേണ്ടതുണ്ടോ എന്ന് നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ പറയട്ടെ, കേരള സർക്കാർ ഇതിനോടകം ഔദ്യോഗികമായ ഒരു ഉത്തരവും, അതായത് ഗവൺമെൻറ് ഓർഡർ ഈ കാര്യത്തിൽ പുറപ്പെടുവിച്ചിട്ടില്ല. വ്യാജ വാർത്തകളോ മുൻ വർഷങ്ങളിലെ തീയതികൾ വെച്ചുള്ള പ്രവചനമോ കണ്ട് ആരും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. ധനകാര്യ വകുപ്പിൻ്റെയോ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ ഔദ്യോഗിക സർക്കാർ വെബ്സൈറ്റുകളിലെയോ ഇത് സംബന്ധിച്ച തീയതിയും നടപടിക്രമങ്ങളും വ്യക്തമാക്കുന്ന ഒരു ഉത്തരവും പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതായത് ഔദ്യോഗിക ഉത്തരവ് നിലവിലുണ്ടോ? ഇല്ല. ധനകാര്യ വകുപ്പ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, LSGD മസ്റ്ററിംഗ് തീയതി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പുതിയ GO പോലും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ വാർത്തകൾ വരുന്നത്? പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ വർഷവും കൃത്യമായ ഇടവേളകളിൽ മസ്റ്ററിംഗ് നടത്താറുണ്ട്. ഈ വർഷത്തെ മസ്റ്ററിംഗ് പ്രക്രിയകൾ ആരംഭിക്കുന്നതിനുള്ള പ്രാഥമിക ആലോചനകൾ സർക്കാർ തലത്തിൽ നടക്കുന്നുമുണ്ട് എന്ന വാർത്തകൾ വന്നതോടെയാണ് ചില സോഷ്യൽ മീഡിയ ചാനലുകൾ തീയതികൾ സ്വന്തം നിലയ്ക്ക് ഊഹിച്ചെടുത്ത് വീഡിയോകൾ ചെയ്യുകയാണ് ഉണ്ടായത്. നമുക്ക് പരിഭ്രാന്തി ഒഴിവാക്കാൻ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ തന്നെ നാളെ മുതൽ അക്ഷയ ലിങ്ക് ആക്റ്റീവ് ആകുന്നതല്ല. സർക്കാർ ഔദ്യോഗികമായി തീയതി പ്രഖ്യാപിച്ച് ഉത്തരവിറക്കാതെ അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് സിസ്റ്റത്തിൽ മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഓപ്പൺ ആവുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ അക്ഷയയിൽ പോയാൽ സമയം നഷ്ടപ്പെടും എന്നല്ലാതെ മറ്റൊന്നുകൊണ്ടും സാധിക്കില്ല. സർക്കാർ പെൻഷൻ മസ്റ്ററിംഗ് പ്രഖ്യാപിക്കുമ്പോൾ സാധാരണയായി ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ സമയം അനുവദിക്കാറുണ്ട്. കുറഞ്ഞത് 2 മാസമെങ്കിലും ആണ് ഇത് അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ച് ആദ്യ ദിവസം തന്നെ ഓടേണ്ട കാര്യവുമില്ല. ഇനി കിടപ്പ് രോഗികൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താൻ സാധിക്കാത്ത കിടപ്പ് രോഗികൾക്ക് ഗുണഭോക്താക്കൾക്കായി അക്ഷയ പ്രതിനിധികൾ വീട്ടിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്ന സൗകര്യവും സർക്കാർ എല്ലാ വർഷവും ഒരുക്കാറുണ്ട്. ഇത്തവണയും അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വ്യാജ വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക. അനാവശ്യമായ വാട്സപ്പ് സന്ദേശങ്ങളും സോഷ്യൽ മീഡിയ പ്രവചനങ്ങളും കണ്ട് മുതിർന്ന പൗരന്മാരെ വെയിലത്ത് അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോയി ബുദ്ധിമുട്ടിക്കരുത്. ഔദ്യോഗിക അറിയിപ്പ് കാത്തിരിക്കുക. പ്രമുഖ പത്രമാധ്യമങ്ങളിലൂടെയോ സർക്കാരിൻ്റെ PRD ചാനലുകളിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കൃത്യമായ തീയതി സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. പുതിയ ഓർഡറുകൾ വന്നിട്ടുണ്ടോ എന്ന് സ്വയം പരിശോധിക്കാൻ സർക്കാരിൻ്റെ ഔദ്യോഗിക സേവന പെൻഷൻ പോർട്ടൽ നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതുമാണ്. നമ്മുടെ വീട്ടിലെ മുതിർന്നവരോട് ഈ കാര്യം പറയുക, അവർക്ക് ധൈര്യം നൽകുക. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക്, പ്രത്യേകിച്ച് പെൻഷൻ വാങ്ങുന്ന പ്രായമുള്ള കുടുംബങ്ങളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അവർ പരിഭ്രാന്തരാകാതിരിക്കട്ടെ. ഈ വീഡിയോ തയ്യാറാക്കിയ സമയത്ത് 2026 വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചതായി ഔദ്യോഗിക സർക്കാർ ഉത്തരവ് പ്രസിദ്ധീകരിച്ചിട്ടില്ല. പിന്നീട് സർക്കാർ പുതിയ ഉത്തരവ് പുറത്തിറക്കിയാൽ അതനുസരിച്ചായിരിക്കും നടപടികൾ. പെൻഷൻ മസ്റ്ററിംഗ് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവുകൾ വരുന്ന നിമിഷം വരെ ഏറ്റവും കൃത്യതയോടെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ആ വിവരങ്ങൾ തത്സമയം ലഭിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പ്രധാന വിവരവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.